അസ്സലാമു അലൈക്കും. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി സബിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുന്നിൽ ഉപവിഷ്ടരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അഫ്സലം നിമിഷത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയലിന് ഏറെ ശ്രേഷ്ഠയുള്ളതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്നീ വിഷയത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നാഥനായ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ഒരു ആഘോഷവേദിയിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ അല്ലാഹുവെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയരെ, പ്രപഞ്ചം കണ്ടതിൽ വെച്ച് ഒരു മനുഷ്യത്വത്തെയും ഉടമയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, തങ്ങളെ ലോകത്ത് കാരുണ്യത്തിനല്ലാതെ അയച്ചിട്ടില്ല. ഈ ഒരു സൂക്തത്തിൽ തന്നെ പ്രവാചകന്മാരിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒരേ പാത്രത്തിൽ ഭക്ഷിക്കുകയും ഉറുമ്പിൻകൂട്ടിനെ കരിയിച്ച് കളയാൻ നോക്കി സഹാബത്തിനോട് അരുതേ എന്ന് പറയേണ്ടതും എന്നിങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നും എടുത്തു നോക്കി. ഒരേ അധ്യായത്തിൽ വായിക്കുമ്പോഴാണ് കരുണയുടെ പ്രതീകം മനസ്സിലാക്കാൻ സാധിക്കുക. തായ്ഫിന്റെ തായ്വരയിൽ നിന്നും കുട്ടികളും മുതിർന്നവരും ചേർന്ന് കല്ലെറിഞ്ഞ് തുരത്തിയപ്പോൾ സഹാബത്തിനോട് അവരോട് പ്രതികരിക്കരുത്, അവരിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അതാണ് നമുക്ക് ഹൈറ് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ദിവ്യസ്പർശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ലോകം അത്യന്തം സ്ഥിരമായിരിക്കുമ്പോൾ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ ഓരോരുത്തരുടെയും മേൽ പ്രവേശിക്കേണ്ട മാതൃകയാണ് നാം. ഈ നന്മയും സന്തോഷവും പ്രചരിപ്പിക്കുകയും ആദരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.